വായിച്ചാനോട് പറയണ്ടേ? വേണ്ട, ആയിട്ടില്ല. അതെ, രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തു വെച്ചോ. ഒരുപാട് പോർഷൻ തീരാനുണ്ട്. ടീച്ചർ എന്താ ഇവിടെ? അല്ല സാർ, ഇത് എന്റെ പീരീഡാ. അപ്പൊ ഇത് 7B. ഞാൻ എന്താടാ ടീച്ചറെ കാൽ ചവിട്ടി. ആര്? ശ്രീകുട്ടൻ. ഞാൻ ചവിട്ടില്ല, ഇവൻ കള്ളം പറയുന്നു ടീച്ചർ. ശ്രീകുട്ട, സ്റ്റാൻഡ് അപ്പ്. ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തില്ല ടീച്ചർ. നീ ഇവിടെ വന്നില്ലേ? എന്തൊരു പാടത്. ശ്രീകുട്ട, അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ. ഇനിയും ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കേ. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. എല്ലാരും പെട്ടെന്ന് എഴുതിക്കേ. പറഞ്ഞാ പറഞ്ഞ ആരുമില്ല ടീച്ചറെ. അവിടെ മൊത്തം വൻ ബഹളം. ആ, നിന്റെയൊക്കെ കണക്ക് തന്നെ. പോയിരി. നീ ഇത് എന്തോന്ന് ചെയ്യണ്? ടീച്ചറല്ലേ പറഞ്ഞു അവിടെ വന്നിരിക്കാൻ. ആ, എന്നാ അവിടെ ഇല്ല. അനേക വർഷങ്ങളായി വെയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. ഇനി കോമഡി ടൈം. ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം. ഉറുമ്പ് ആനയെ ഒരടി അടിച്ചു, കൊണ്ടില്ല. എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു. എങ്ങനെ എങ്ങനെ പറയൂ? എങ്ങനെ എങ്ങനെ അറിയില്ല? അത് ഞാൻ തന്നെ പറയണം. ഉറുമ്പിന്റെ അടി തെറ്റി, അങ്ങനെ ആന വീണു. അടി തെറ്റി ആന വീഴുമെന്നാണല്ലോ. അങ്ങനെ ഉറുമ്പ് ജയിച്ചു, ആന തോറ്റു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല കോമഡി അല്ലേ? പറ, ചിരി വരുന്നില്ലേ? എന്താ ചിരിക്കാത്ത? നർമ്മബോധമില്ലാത്ത കഴുതകൾ ഇവനെയൊക്കെ ചിരിപ്പിക്കാൻ നോക്കുന്ന എന്നാണെന്നല്ലേ. വാങ്ങൻ ട്രാജഡി. പട്ടി ചക്കരപ്പാണി സാർ. ഇങ്ങനെ തിരിച്ചു വന്നു ആണോ? 6 മാസം തെളിവെന്നല്ലേ പറഞ്ഞിരുന്നത്? വരണ പോലെ ഞാൻ പോലും ഒന്നും അറിഞ്ഞില്ലല്ലേ. ഓ, അടുത്ത മാസം ചന്ദ്ര സാർ റിട്ടയർ ആവുകയാണല്ലേ. അപ്പൊ പുതിയ HM ആവാനുള്ള വരവായിരിക്കും.
സാർ എത്തിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ടീച്ചറെ. ടീച്ചർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. ലീവ് തുടങ്ങാറായോ? തുടങ്ങാറായി സാർ. എന്നാ പിന്നെ ടീച്ചർ ഇങ്ങനെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം. അല്ല സാർ, ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ, ഇതെൻ്റെ ക്ലാസ് ആയിരുന്നല്ലോ, ഞാൻ നോക്കിക്കോളാം. 10 മിനിറ്റ് കൂടിയുള്ളൂ സാർ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി. ശരി. അയ്യോ വേണ്ട, ഞാൻ തുടച്ചോളാം. ആ ശ്രീകുട്ട, നിനക്കൊരു മാറ്റമില്ലേടി? ഇന്ന് എന്തായാലും വാ കാണിച്ചു. വാ. പോയി. Whole class stand up. Sit down. Stand up. Sit down. Stand up. അമ്പാടി എന്താ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നേ? റൊട്ടേഷൻ ആണ് സാർ. ഇത് റൊട്ടേഷൻ ആണ് സാർ, റൊട്ടേഷൻ. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ മതിയല്ല. ഡേ ബാക്കി പോയി. എല്ലാവരും ഓരോരോ പ്ലേസിൽ പോയി. അമ്പാടി ഫ്രണ്ട് വന്നിരി. ഇനി ഇങ്ങനെ ആയിരിക്കും. യെസ് സാർ. കേട്ടല്ലോ? എന്താ വിജയ? സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ചത്തില്ല. കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്കുക. തുടങ്ങി. ഒരു കുഴപ്പമില്ല. പേര്? മായ. ചക്രപാണി സാറല്ലേ? അതെ അതെ. എപ്പോൾ ജോയിൻ ചെയ്തു? 1 മാസമായി. മായ, ഇതെൻ്റെ സീറ്റാണ്. എന്താ സാർ? അതെ, ഇതെൻ്റെ സീറ്റാണ്. ഞാനവിടെ മുന്നേ ഇരുന്നത്. ഇവിടെ ആകെ ഒരുമാതിരി. എന്നാ ശരി. ഇതും കൂടെ. ടീച്ചറെ ഇനി വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ടീച്ചറൊന്നും കാര്യാക്കണ്ട. അയാളൊരു ടൈപ്പാ. അയാൾക്കും ആരെ ഇഷ്ടമല്ല, അയാളെ ആർക്കും ഇഷ്ടമല്ല. പാണ്ടി ലോറി ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞ വല്ലാത്ത ജമ്മം തന്നെ. ഇനിയൊന്ന് വൈകിട്ടൊന്ന് നോക്ക്, നന്നായിരിക്കും. നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ. ഓ, അത് നമ്മളിന്ന് കണ്ട്. നീയാളെ ഏറ്റവും പേടിച്ചോളാം. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്നെയൊക്കെ സ്വന്തം മക്കളെ പോലെയല്ലേ എങ്ങനെ കാണണം? ഡാ അതല്ലടാ, അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട്. എടാ,
മീനാക്ഷി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്. എന്റെ അറിവിന്റെ തേൻകൂടമേ, നമ്മൾ ആരും അറിഞ്ഞില്ലായിരുന്നു കേട്ടാ. അതല്ലെന്ന്, അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു തരുമ്പോഴേ താമസിക്കും. അപ്പോ കൈ കഴുകുന്നിടത്ത് ആരും ഉണ്ടാവൂല. അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ്. ഏടാ ബുദ്ധിമാനെ, നല്ല മുട്ടായ ഐഡിയ. പറയാൻ പറ്റിയ സ്പോട്ടും. ഏത്? ആ വേസ്റ്റ് ആറുന്ന പൈപ്പിന്റെ മൂട്ടില. പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ? നീ നാളെ പറയും. ഉണ്ടുണ്ട്. അത് മതിയാ? ഇത് വേണോ? എടാ ഇന്ന് വന്നേണ് എടുത്ത് കഴിയും. ആയോ ആ ചെറുക്കനെ കണ്ടുകെട്ടിന്ന് പറയാൻ വിളിച്ചായിരിക്കും അല്ലേ? നമ്മുടെ നാരായണ സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള ആ സീരിയൽ നടന്റെ കടയില്ലേ, ഒരു കഥർധാരിയാണ് കൽപ്പറ്റ. സീരിയൽ നടന്നതിൽ പങ്കുണ്ടെന്നാണ് തോന്നുന്നത്. അയ്യോ, അയാൾ മഞ്ജു കൊടുത്ത് കൊച്ചിനെ പ്രലോഭിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. പിടിച്ചു വാങ്ങിക്കാനാ. എടാ എവിടാ നീ? എടുത്തോളാം. ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കുമല്ലേ? നീ മിണ്ടരുത്. അവന്റെ വാട്സപ്പ് പോസ്റ്റർ, ബ്രോഡ്കാസ്റ്റ്, മെസ്സേജ് നീ ഒറ്റ എടുത്താൻ പറഞ്ഞോണ്ടാണ് ഞാൻ എന്റെ ചെറുക്കനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത്, അറിയാമോ? ഇപ്പൊ എന്റെ തെറ്റായില്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാണ് ഇവനെ കാണാനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞത്? അപ്പൊ ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയി. ഉണ്ട ചോറിനൊരു അല്പം നന്ദി. തറക്ക് കഴിഞ്ഞില്ലടാ. എത്ര 150. എത്ര? 150. അവളെത്തിയില്ല, ഇപ്പൊ വരും. നീ റെഡിയല്ലേ? എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂലേ? ആ വരും. അപ്പൊ ഞാൻ പറഞ്ഞു. ഇവനെ കൊണ്ട്. ഹായ് മീനാക്ഷി. ഹായ്. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഹോംവർക്ക് എഴുതിയില്ല. ഹോംവർക്ക് ബുക്ക് എന്ന് പറഞ്ഞേ മറന്നുപോയി. തരാല. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖം തന്നെ. മാമനെ കണ്ട് കുറെ നാളായല്ലേ? ഗൾഫിൽ തന്നെ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ വറുത്തായിരുന്നു. നിനക്ക് എന്താടാ? അവൾ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നിന്നെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കും. പലട്ട് 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 തന്നെ. ഓ, ഇപ്പൊ തിരിഞ്ഞു നോക്കും. കണ്ടാ, അവള് തിരിഞ്ഞു നോക്കിയില്ല. നാണം കണ്ട. എന്താ അറിയോ? തന്നെ. ഓ